2 ടേം കഴിഞ്ഞാൽ ഔട്ട് എന്ന നിയമമുണ്ടാക്കി സ്വന്തം നേതാക്കളെ പടിക്ക് പുറത്താക്കിയവർ ഇപ്പോൾ അതേ നിയമം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയാണോ? അഴിമതി കഥകളും മാസപ്പടി വിവാദങ്ങളും സ്വർണ്ണക്കൊള്ളയും കൊണ്ട് ശ്വാസം മുട്ടുന്നൊരു ഭരണകൂടം ജനത്തെ വീണ്ടും പറ്റിക്കാൻ ഇറങ്ങുന്നത് എന്ത് തന്ത്രവുമായിട്ടാണ്? അച്ഛനെ പുറത്താക്കിയവരോട് കൂറു പുലർത്താൻ ഒരു മകൻ അവതരിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ പ്രായം തടസ്സമല്ലാത്തൊരു ക്യാപ്റ്റൻ, ഭക്തരുടെ ശാപം മാറ്റാനായി പുതിയ മുഖം തേടുന്ന നേതാക്കൾ. CPM-ന്റെ ഏറ്റവും വലിയ ധാർമ്മിക മേലങ്കിയായിരുന്നു 2 ടേം നിബന്ധന. പാർട്ടിയിൽ ആരും അനിവാര്യമല്ലെന്നും പുതുരക്തം വരണമെന്നും ഘോരഘോരം പ്രസംഗിച്ചവരാണ് 2026 എത്തുമ്പോൾ ആ ആദർശമൊക്കെ അറബിക്കടലിൽ ഒഴുക്കി കഴിഞ്ഞു. 2 ടേം പൂർത്തിയാക്കിയ 23 പേരിൽ ഭൂരിഭാഗം പേരെയും വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചത് എന്തിനാണ്? പാർട്ടിയിൽ യുവത്വമില്ലാഞ്ഞിട്ടാണോ? അല്ല. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമ്പോൾ പരീക്ഷണങ്ങൾക്ക് മുതിർന്നാൽ തകർന്നടിയുമെന്ന് ക്യാപ്റ്റൻ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തത്വങ്ങളൊക്കെ മാറ്റിവെച്ച് വിജയസാധ്യത എന്ന പുതിയ കുപ്പായമിട്ട് ആ കസേരയും മുറുക്കി പിടിച്ച് പഴയ മുഖങ്ങളെ തന്നെ ഇറക്കാൻ പാർട്ടി നിർബന്ധിതരായിരിക്കുന്നു. ഇതാണോ നിങ്ങൾ പറഞ്ഞ അച്ചടക്കവും പുതുരക്തവും? സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെയൊക്കെ പ്രായപരിധിയുടെ പേരിൽ വെട്ടിനിരത്തിയ ക്യാപ്റ്റൻ സ്വന്തം കാര്യത്തിൽ ആ നിയമം ബാധകമാക്കാത്തത് എന്തുകൊണ്ടാണ്? ധർമ്മടത്ത് അദ്ദേഹം തന്നെ ഇറങ്ങുന്നത് എന്തിനാണ്? അധികാരം പോയാൽ പുറത്തു വരാൻ കാത്തിരിക്കുന്ന അഴിമതി കേസുകളെ ഭയന്നാണോ ഈ കഥേരപ്രേമം? പ്രളയ ഫണ്ട് മുക്കിയത് മുതൽ ലൈഫ് മിഷനിലെ കോഴ വരെ, സ്വർണ്ണക്കടത്തിന്റെ നിഴലിൽ മുതൽ കരിമണൽ കർത്താവിൽ നിന്ന് വാങ്ങിയ മാസപ്പടി വരെ എല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. ഈ ആരോപണങ്ങളെയൊക്കെ തടയാൻ ഈ ഇരട്ടച്ചങ്കൻ ബിംബം ഇനിയും ആവശ്യമാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പഴയതുപോലെ മണ്ടന്മാരാകുമോ എന്നത് നമുക്കറിയില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അല്ല പറഞ്ഞത്, ഒരു വിഭാഗത്തിനെയാണ്. എത്ര കിട്ടിയാലും പഠിക്കാത്ത വിഭാഗം. കഴക്കൂട്ടത്തെ അവസ്ഥ നോക്കാം. ശബരിമലയിലെ വിശ്വാസികളെ കണ്ണീര് കുടിപ്പിച്ച കടകംപള്ളി സുരേന്ദ്രന് ഇത്തവണ അവിടെ നിന്നാൽ വോട്ട് കിട്ടില്ലെന്ന് ഉറപ്പാണ്. അയ്യപ്പ ഭക്തരുടെ രോഷം ഭയന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടി തീരുമാനിച്ചു. പകരമാര്? വട്ടിയൂർക്കാവിലെ ക്ലീൻ ഇമേജുള്ള VK പ്രശാന്തിനെ അവിടെ ഇറക്കി പാപങ്ങൾ കഴുകിക്കളയാമെന്നാണ് കണക്കുകൂട്ടൽ. പക്ഷേ പ്രശാന്തിനോടൊരു ചോദ്യം. ശബരിമല വിഷയത്തിലും അയ്യപ്പൻ്റെ സ്വർണത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ചിരി മറുപടിയാകുമോ? മുഖം മാറ്റിയാൽ ചെയ്ത ക്രൂരതകൾ മാറില്ലെന്ന് പാർട്ടി എന്നാണ് മനസ്സിലാക്കുക? കണ്ണൂരിലെ രാഷ്ട്രീയം അതിലും വിചിത്രമാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ മത്സരിക്കുന്നില്ലെങ്കിലും തൻ്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവിടെയും ക്യാപ്റ്റൻ ഒരു ചെക്ക് വെച്ചു. കുടുംബവാഴ്ച ആരോപണം വരുമത്രേ. മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും ഭരണത്തിൻ്റെ ഇടനാഴികളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയ്ക്ക് മാത്രം എന്തിനാണ് ഈ വിലക്ക്? ഇത് പാർട്ടിയിലെ ഉൾപോരുകളുടെ മറ്റൊരു അധ്യായമാണ് തുറന്നു കാണിക്കുന്നത്. ശ്യാമള ടീച്ചറെ വെട്ടി പകരം കൊണ്ടുവരുന്നത് ആരെയാണെന്നോ? MV രാഘവൻ്റെ മകൻ MV നികേഷ് കുമാറിനെ. തൻ്റെ അച്ഛനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി വേട്ടയാടിയവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ നികേഷ് തയ്യാറെടുക്കുമ്പോൾ അത് എന്തുതരം വിപ്ലവമാണ്? ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനേക്കാൾ ലാഭം അധികാരം കൈയാളുന്ന MLA ആകുന്നതാണെന്ന് നികേഷ് മനസ്സിലാക്കി. MV രാഘവൻ്റെ പഴയ പോരാട്ട വീര്യം മറന്ന് പാർട്ടിയുടെ ഔദാര്യത്തിനായി കാത്തിരിക്കുന്ന നികേഷിനെ തളിപ്പറമ്പുകൾ സ്വീകരിക്കുമോ? അതോ MV ജയരാജനെ പോലെയുള്ള പഴയ കടുപ്പക്കാരെ അവർ ആഗ്രഹിക്കുമോ? അറിയില്ല. കാത്തിരുന്ന് കാണാം.